പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയ ക്ലാസ്സുകൾ നിങ്ങൾ ആസ്വദിക്കുകയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ടെക്സ്റ്റുകളൊക്കെ എത്തിയല്ലോ. കഴിഞ്ഞ വർഷം പഠിച്ച ടെക്സ്റ്റല്ലല്ലോ ഈ കൊല്ലം പഠിക്കുന്നത്. ഓരോ വർഷവും പുതിയ പാഠപുസ്തകങ്ങളല്ലേ. ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെ എഴുതുന്നു എന്നൊരു പക്ഷേ നിങ്ങളെ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊന്ന് പറഞ്ഞുതരാം. ഇതിനുവേണ്ടി അതാത് സ്റ്റേറ്റുകളിലെ SCERT എന്ന സ്ഥാപനം ഒരു നിശ്ചിത എണ്ണം അധ്യാപകർ, ഈ ഫീൽഡിൽ പരിചയസമ്പന്നരായ ഏകദേശം 8 അധ്യാപകരെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ഈ അധ്യാപകർക്ക് പുറമെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ട് ഒരു മിക്കവാറും കോളേജ് പ്രൊഫസറായിരിക്കും, ഒരു എക്സ്പേർട്ട് ഉണ്ടാവും. പിന്നെ അല്ലാതെ ഒരു 3-4 എക്സ്പേർട്സ് ഉണ്ടാവും. ഇതിനൊരു കോർഡിനേറ്ററെല്ലാം ഉണ്ടാവും. ഇവരെല്ലാം കൂടി ഇരുന്ന് ആദ്യം കരിക്കുലത്തിനൊക്കെ പഠിച്ച് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഓരോ ക്ലാസ്സിനും വേണ്ട സിലബസ് തയ്യാറാക്കും. എന്തൊക്കെ പഠിക്കണം, എത്ര ചാപ്റ്റർ വേണം, അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം, എത്രത്തോളം ഡെപ്ത് വേണം, ഏതെങ്കിലും മുമ്പുള്ളത് ഒഴിവാക്കണോ, പുതിയതെന്തെങ്കിലും ചേർക്കണോ, ഇങ്ങനെ വിപുലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിലബസ് തയ്യാറാക്കും. ഇതിനു വേണ്ടി ഒരു ടീം പല സ്കൂളുകളിലും പോയി അധ്യാപകരടുത്തും വിദ്യാർത്ഥികളടുത്തും ഒക്കെ സംവദിച്ച് പൊതുജനാഭിപ്രായം കൂടെ തേടും. അതിൻ്റെയും കൂടെയൊക്കെ വെളിച്ചത്തിൽ ഒരുപാട് പബ്ലിക് കോൺടാക്റ്റ് ഇതിനു വേണ്ടി നടത്തുന്നുണ്ട്. ഇതിനെല്ലാം വെളിച്ചത്തിലാണ് സിലബസ് തയ്യാറാക്കുക. ഈ സിലബസ് എല്ലാം തയ്യാറാക്കിയിട്ട് പാഠപുസ്തകത്തിൻ്റെ 1ാമത്തെ വർക്ക് ആരംഭിക്കും. കമ്മിറ്റി കൂടുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 8 പേര് ടെക്സ്റ്റ് എഴുതാനുണ്ടെങ്കിൽ 8 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഓരോരുത്തരെ ഓരോ ചാപ്റ്റർ ഏൽപ്പിക്കും. അവർ ഈ റഫറൻസൊക്കെ നടത്തി സ്റ്റഡി ചെയ്ത് സമയമെടുത്ത് ഒരു 3-4 ആഴ്ച എടുത്ത് ഒരു ചാപ്റ്റർ എഴുതും. ഇനി 8 പേരുണ്ട്, ഒരു 5 ചാപ്റ്ററേ ഉള്ളെങ്കിൽ അപ്പോൾ തോന്നുന്നു 3 പേര് ഫ്രീ അല്ലേ? അല്ല. ആദ്യം 5 പേർക്ക് ഓരോ ചാപ്റ്റർ കൊടുക്കുന്നു. പിന്നെയുള്ള 3 പേർക്ക് ഈ 5 പേരിൽ കൊടുത്ത ഏതെങ്കിലും അതേ ചാപ്റ്റർ തന്നെ മറ്റൊരാൾക്കും കൊടുക്കും. അപ്പോൾ ഒരേ ചാപ്റ്റർ 2 പേരൊക്കെ എഴുതും. അങ്ങനെ ഫസ്റ്റ് റൗണ്ടായ എല്ലാവരും എഴുതി തീർന്നു കഴിഞ്ഞാൽ കോമണായിട്ട് കൂടിയിരുന്ന് ഇത് എഴുതിയാൽ വായിച്ച് പ്രസൻറ്റ് ചെയ്യും. ഇത് കേട്ട് മറ്റുള്ളവർ അതിന് വിലയിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ പറയും. അതിൽ ഗുണങ്ങളും പറയും, ദോഷങ്ങളും പറയും. ഇതൊക്കെ ചാപ്റ്റർ എഴുതിയാൽ കുറിച്ച് വെച്ച് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാമത് വീണ്ടും എഴുതും. അപ്പോൾ ചിലപ്പം ചില ചാപ്റ്റർ 2 പേര് എഴുതിയിട്ടുണ്ടാവും. ഇനി അവർ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ആ 2 പേര് എഴുതിയതിൽ നല്ല കാര്യങ്ങളെടുത്ത് അതിന് പുതിയ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കും. പ്രസൻറ്റേഷൻ, ഡിസ്കഷൻ, നോട്ട് തയ്യാറാക്കൽ. അങ്ങനെ ഒരു 4-5 റൗണ്ടെങ്കിലും കഴിയുമ്പോൾ എക്സ്പെർട്സുമായിട്ട് ചർച്ച വരും. എക്സ്പെർട്സ് വന്ന് ഈ പാഠപുസ്തകം വായിക്കും. അവരത് വിലയിരുത്തി അവർ കുറേ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പറയും. ഇവിടെ എന്നും ആരും ഇപ്പം ഞാനൊരു കാര്യം എഴുതുമ്പോൾ അതിലൊരാൾ തെറ്റെന്ന് പറയുമ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം അത് തിരുത്തി പാഠപുസ്തകം നന്നാവാൻ വേണ്ടിയാണ്. അതെന്നെ ആക്ഷേപിക്കലല്ല, സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിക്കുക വിമർശങ്ങൾ. ഈ എക്സ്പെർട്സുമായിട്ട് ചർച്ച വഴി അത് വീണ്ടും റീറൈറ്റ് ചെയ്ത് വീണ്ടും ഡിസ്കസ് ചെയ്ത് വീണ്ടും റീറൈറ്റ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നു. ആ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഈ പാഠപുസ്തകം എഴുതുന്ന സമയത്ത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്ന ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ സ്വീകരിച്ച് ഇത് വീണ്ടും എഴുതും. ഇങ്ങനെ പലവട്ടം കൂടിയാലോചിച്ച് ആണ് തയ്യാറാക്കപ്പെടുന്നത്. ഇതോടൊപ്പം ഇതിനിടയ്ക്ക് ഒരു 5-6 വർക്ക്ഷോപ്പുകൾ കഴിയുമ്പോൾ നല്ല ചിത്രകാരന്മാരെ കൂടെ വിളിക്കും. ചാപ്റ്റർ എഴുതുന്നവരുടെ നിർദ്ദേശപ്രകാരം ചിത്രകാരന്മാർ നല്ല ചിത്രങ്ങൾ വരയ്ക്കും. ചിലപ്പോൾ കാർട്ടൂണുകൾ ഉൾപ്പെടുത്തും. ആ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ആശയം മനസ്സിലാകാൻ ഉതകുന്ന രീതിയിൽ നല്ല കൺവേയിങ് ഉള്ള ചിത്രങ്ങൾ വരച്ച് ആ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാം തയ്യാറാക്കി അവസാനം എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അപ്രൂവലൂടെ കിട്ടിക്കഴിഞ്ഞാൽ കരിക്കുലം കമ്മിറ്റിക്ക് വിടും. കരിക്കുലം കമ്മിറ്റി വായിച്ചിട്ട് അവർ സജഷൻസ് പറയുന്നതനുസരിച്ച് വീണ്ടും തിരുത്തി എഴുതി റീറൈറ്റ് ചെയ്ത് അവസാനം കരിക്കുലം കമ്മിറ്റിയുടെ അപ്രൂവൽ ആകുമ്പോഴേ അത് പാഠപുസ്തകമാകുന്നുള്ളൂ. എന്നിട്ടാണ് അത് ഫീൽഡിൽ പോകുന്നത്. ഈ പുതിയ പാഠപുസ്തകം വരുമ്പോൾ അധ്യാപകർക്ക് അതിന് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. അത് പുതിയ പാഠപുസ്തകം അല്ലെങ്കിലും എല്ലാ വർഷവും
ഒരു 10 ദിവസത്തെ ട്രെയിനിങ് അധ്യാപകർക്ക് കമ്പൽസറിയാണ്. അത് സാറിന് ചെയ്യുന്ന വെക്കേഷൻ 5 ദിവസം ഒരുമിച്ചും പിന്നെ ക്ലസ്റ്ററുകളായിട്ട് ഏതെങ്കിലും വ്യത്യസ്ത മാസങ്ങളിലായിട്ട് ഒരു ദിവസം വെച്ച് ഒരു 5 പ്രാവശ്യം വ്യത്യസ്ത 5 മാസങ്ങളിലായിരിക്കും. ഇങ്ങനെ നിരന്തരം ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ പാഠപുസ്തകത്തിൽ തന്നെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അത് ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് വെച്ച് ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും, ചാപ്റ്ററിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. ഇതെല്ലാം ഉൾപ്പെടുത്തി ആണ് ടെക്സ്റ്റ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് കണക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഏത് സ്കൂളിൽ പോകുമ്പോഴും കുട്ടികൾ പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള വിഷയം കണക്കെന്നാണ്. അതിനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ബേസിക് റീസൺ 95% കുട്ടികളും പാഠപുസ്തകം വായിക്കുന്നില്ല. കണക്ക് ഒരുപാട് പാരഗ്രാഫുകൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം ഒരുപാട് പ്രോസസ്സുകൾ നടന്നിട്ടാണ്. ഇത്രയും പ്രോസസ്സ് നടത്തി സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നല്ലവണ്ണം കാശ് ചിലവാക്കുന്നുണ്ട് സർക്കാർ. എന്തിനാ? കുട്ടികളുടെ നന്മയെ കരുതിയാണ്. അപ്പോൾ കോടിക്കണക്കിന് കാശ് ചിലവാക്കി ഈ പാരഗ്രാഫുകൾ പ്രിൻ്റ് ചെയ്ത് എന്തിനാ? എന്നാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെങ്കിൽ ആ ചെയ്യേണ്ട ചോദ്യം മാത്രം ഉൾപ്പെടുത്തിയാൽ ആ പാഠപുസ്തകം ഒരു 50 പേജിൽ തീരും. വെയിറ്റ് കുറയും, വില കുറയും, സർക്കാരിൻ്റെ ചിലവ് കുറയും. പിന്നെന്താ ചെയ്യാത്തത്? ആ പാരഗ്രാഫുകളിലൂടെ വായിച്ചാലേ നിങ്ങളുടെ ആശയരൂപീകരണം പൂർത്തിയാകൂ. അതുകൊണ്ട് സയൻസും സോഷ്യൽ സയൻസും ഭാഷകളും പാഠപുസ്തകം വായിക്കുന്നത് പോലെ പ്ലീസ് മാത്തമാറ്റിക്സ് കൂടി പാഠപുസ്തകം വായിക്കൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ടു ഓൾ.